Hi all, welcome to AICT. ആസ്ട്രാക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് EPS OBS ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചല്ലേ. ഈ വീഡിയോയിലൂടെ ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. EPS OBSന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് കലണ്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് എന്റർപ്രൈസിൽ പോവുക. എന്റർപ്രൈസിൽ കലണ്ടേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. കലണ്ടർ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കൊരു ടേബിള് കലണ്ടറിന്റെ ടേബിൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് കലണ്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്ലോബല്, റിസോഴ്സ്, പ്രൊജക്ട് എന്നൊക്കെ കാണുന്നുണ്ട്. നമ്മൾ പ്രൊജക്ട് ഇവിടെ ഓഫ് ആണ്, കാരണം നമ്മളൊരു പ്രൊജക്റ്റും ഇതുവരെയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ റിസോഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് ഗ്ലോബലാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവയൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൂടെ പഠിച്ചു വരാം. റിസോഴ്സും പ്രൊജക്റ്റും ഒക്കെ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ ഗ്ലോബലിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ വിൻഡോസിലും കാണുന്ന പോലെ തന്നെ ക്ലോസ്, ആഡ്, ഡിലീറ്റ്, മോഡിഫൈ, യൂസ്ഡ് ബൈ എന്നീ കീകളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയൊരു കലണ്ടറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ഷോ ചെയ്യുന്ന കലണ്ടേഴ്സ് ഇതിൽ പ്രൈമവരിയിൽ ഡിഫോൾട്ട് ആയിട്ട് ഉള്ള കലണ്ടേഴ്സ് ആണ്. നമുക്ക് പുതുതായിട്ട് ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഏതാണോ കലണ്ടർ കാണുന്നത് സെയിം കലണ്ടേഴ്സ് ആണ് ഇതിലും കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കലണ്ടറിനെ കോപ്പി ചെയ്തുകൊണ്ട് അത് പിന്നെ മോഡിഫൈ ചെയ്യാറാണ് നമ്മൾ പ്രൈമവരിയിൽ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ 7-day വർക്ക് വീക്ക് എന്നുള്ളതിൽ നമുക്കിവിടെ ആഡ് ബട്ടൺ അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. പുതിയൊരു കലണ്ടർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ന്യൂ കലണ്ടർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു കലണ്ടറിന് ഒരു നെയിം കൊടുക്കാം. 6 days ഇൻറ്റു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 hours ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കലണ്ടറിന് പേര് കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിഫോൾട്ട് ഏരിയയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കലണ്ടറിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ടിക്ക് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 6 വർക്കിംഗ് ഡേയ്സ് കലണ്ടറാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ആയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വീക്കിലി 6 days ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, 10 hours ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കലണ്ടറിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മോഡിഫൈയിൽ പോയിട്ട് നമ്മളത് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് കലണ്ടർ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ കലണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. കലണ്ടറിൽ അടുത്തായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഡീറ്റെയിൽഡ് വർക്ക് അവേഴ്സ് പെർ ഡേ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം വർക്ക് അവേഴ്സ് അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hour ആണ് ഷോ ചെയ്യുന്നത്. ഓരോ ബാറ് അരമണിക്കൂറാണ് ഇതിൽ കാണിക്കുന്നത്. 24 hours അരമണിക്കൂർ വെച്ചിട്ടുള്ള ബാർ. അടുത്തതായിട്ട് വർക്ക് വീക്സ് എന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ കാണിക്കുന്നത് നമ്മളെ 7 days നമുക്ക് കാണിക്കുന്നുണ്ട്, സൺഡേ, മൺഡേ എന്നുള്ളത്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ടൈം അവർ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം നോൺ വർക്കിംഗ് അവർ കൊടുക്കുക. ഇപ്പൊ എന്തായാലും നമ്മൾ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏത് ദിവസം എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം നോൺ വർക്കിംഗ് ഡേ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഇനി ഇതിൽ നമുക്ക് വർക്കിംഗ് ഡേ കൊടുക്കണം. നമുക്ക് സൺഡേ ഓഫ് ആണ്, നമുക്ക് വർക്ക് ഇല്ല. അപ്പൊ നമ്മൾ മൺഡേ മുതൽ സാറ്റർഡേ വരെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 8 മുതൽ 6 മണി വരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ലഞ്ച് ടൈം ഉണ്ടല്ലേ, 1 hour അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അത് 12 മുതൽ 1 മണി വരെയാണ്. അപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് സെലക്ട് ചെയ്യുക 12. ഇത് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ 12:30 ആയിട്ടുണ്ട്, അരമണിക്കൂർ. പിന്നെ ഇത് കൂടെ സെലക്ട് ചെയ്യുമ്പോൾ 1 മണിക്കൂർ കട്ടായിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വർക്കിംഗ് അവർ ഇതിൽ നമുക്ക് മനസ്സിലായി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ വർക്കിംഗ് അവർ വരുന്നത്. 8 മുതൽ 6 വരെ, അതിൽ 1 hour റെസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മുടെ വർക്കിംഗ് അവർ. അപ്പൊ നമ്മൾ അടുത്തത് ഇത് വർക്കിംഗ് അവർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ സൈഡിലുണ്ട് വർക്ക് എന്നുള്ളത്. നമ്മൾ ഇത് സെലക്ട് ചെയ്യാം. ഇപ്പൊ എന്തായിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേയിൽ നമുക്ക് വർക്കിംഗ് അവർ 8 മുതൽ 6 വരെ നമുക്ക് ഇതിൽ കാണുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കിയ 8 മുതൽ 6 വരെ, നമ്മൾ 12 മുതൽ 1 മണി വരെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ട്യൂസ്ഡേയും വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരെ ഉള്ളതിലെല്ലാം നമുക്ക് വർക്കിംഗ് അവർ ഉണ്ട്. സൺഡേ നമുക്ക് ഓഫ് ആണ്, അതിലിപ്പോ നോൺ വർക്കിംഗും ആണ്.
ഈ കലണ്ടറിൽ കണ്ടില്ലേ, സൺഡേ ഇപ്പോൾ ഏതൊരു മാസം എടുത്താലും സൺഡേ വരുന്നത് ഫുൾ ഓഫ് ആയിരിക്കും. ഇതിപ്പോൾ ഒക്ടോബർ ആണ്, നമ്മൾ നവംബറിൽ എടുത്തു, ഇതിലും ഓഫാണ് സൺഡേ എന്ന് പറയുന്നത്. ഡിസംബറിലും സൺഡേ ഓഫാണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്കിംഗ് അവർ റെഡിയാണോ, എല്ലാ വീക്കിലും 10 hours ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽസ് അവേഴ്സ് പെർ ഡേ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് ടോട്ടൽ വർക്ക് അവേഴ്സ് പെർ ഡേ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വർക്ക് വീക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മൾ എല്ലാ ദിവസവും സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം 10 hours ആണ്, അതിൽ സൺഡേ ലീവാണ്. അപ്പം നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമുക്ക് ടൈം പീരീഡ്സ് എന്നുള്ളതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതിന് നമ്മൾ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഹവേഴ്സ് പെർ ഡേ എന്നുള്ളത് നമ്മൾ 10 hours അല്ലേ, 10 hours സെറ്റ് ചെയ്യാം. വർക്ക് പെർ വീക്സ്, ഹവേഴ്സ് പെർ മന്ത്, ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഇപ്പം എൻ്റർ ചെയ്യേണ്ടതില്ല. നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൂടെ ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് ഹവേഴ്സ് പെർ ഡേ എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു ലീവ് വേണം, നമുക്കൊരു ഹോളിഡേ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു കലണ്ടറിൽ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ 10ാം തീയതി ഏതെങ്കിലും ഒരു ലീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 10ാം തീയതി സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഒക്ടോബർ 10 എന്നുള്ളതിൽ 10ാം തീയതി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നോൺ വർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം വർക്കിംഗ് അവർ ഉണ്ടാവില്ല, 0 ആണ്. ഇത്രയാണ് നമുക്ക് കലണ്ടർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളെ കലണ്ടർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം.